ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള ഭാഗങ്ങളിൽ അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരുണ്യമായ നീതീകരണവും വന്നു. ബൈബിൾ പറയുന്നു, ഏകൻ്റെ ലംഘനത്താൽ ശിക്ഷാവിധി വന്നതുപോലെ ഏകൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. മരണത്തിലേക്ക് പോകേണ്ടവർ നീതിയിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ഭാഗം, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഒരു വ്യക്തിയുടെ അനുസരണക്കേടിനാൽ അനേകർ പാപിയായി തീർന്നപ്പോൾ ഒരു വ്യക്തിയുടെ അനുസരണത്താൽ, യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അടുത്ത വാക്യം, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം മരണത്താൽ വാണു എന്നാണ്. എന്നാൽ കൃപ വന്നപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വന്നപ്പോൾ, ക്രൂശിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നീതീകരണമുണ്ടെന്ന് ബൈബിൾ പറയുമ്പോൾ, പ്രിയരെ, ഏകൻ്റെ ലംഘനത്തിൽ വന്ന ശിക്ഷ, ഏകൻ്റെ ലംഘനത്തിൽ വന്ന മരണം ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന നമ്മിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന്, ശിക്ഷയും മരണവും നീങ്ങിപ്പോകേണ്ടതിന് കാൽവരിയിൽ കർത്താവ് സ്വന്തം ജീവനെ കൊടുത്ത് നമ്മെ നീതീകരണത്തിലേക്കും നിത്യമായ ജീവനിലേക്കും, വചനം പറയുന്നു, നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. എങ്ങനെ? നീതിയാൽ. എന്തുവാണ് നീതി? യേശുക്രിസ്തു എന്ന നീതിയിലൂടെ നിത്യജീവനായി വാഴേണ്ടത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടെങ്കിലും, ഏത് വിഷയത്തിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിലും, ആദാമ്യ പാപം നമ്മെ തകർക്കാൻ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും, ലോകം പാപത്തിൻ്റെ അധീനതയ്ക്കകത്ത് കിടക്കുമ്പോൾ നമ്മെ പിന്തുടർന്ന് പിടിക്കുന്ന സകലത്തെയും ഈ ക്രൂശീകരണത്തിലൂടെ ജയിപ്പാൻ, നിത്യമരണത്തിലേക്കല്ല പ്രിയരെ, നിത്യജീവനായിട്ട് എപ്പോഴും വാഴാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.